സ്വാമിയെ ശരണമയ്യപ്പ. മണ്ഡലകാല ആരംഭമാണ്. വൃശ്ചികം 1 ഇപ്പം നമ്മുടെ ചുറ്റുപാട് നമ്മൾ ഒരുപാട് ആൾക്കാരെ കാണാം. കെട്ടുനിറച്ച് ഭഗവാനെ കാണാനായി സന്നിധിയിൽ 18 പടികൾ ചെന്ന് കയറി ഭഗവാനെ ഒരു നോക്ക് കാണാനായിട്ട് പോകുന്ന ഒരുപാട് അയ്യപ്പന്മാരെ നമ്മൾ കാണാം. അവർ പോകുമ്പോഴെല്ലാം എന്താണ് ശരണം വിളിച്ചുകൊണ്ട് പോകുന്നത് നമുക്ക് കാണാം അല്ലേ. അയ്യപ്പനെ ശരണം വിളിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ആ ഒരു ശരണം വിളിയിൽ അയ്യപ്പൻ നമ്മുടെ അടുത്തേക്ക് ഓടിയെത്തും എന്നാണ് ശരണം വിളിക്കുന്ന ഓരോ വിശ്വാസിയുടെയും ഉള്ളിൽ. വെറും ഒരു ശരണം വിളിയല്ല, കാരണം ആ ഒരു ശരണം വിളിയിൽ ഭഗവാന്റെ ചൈതന്യം കുടികൊള്ളുകയാണ് ഓരോ അക്ഷരത്തിലും. അങ്ങനെ നോക്കി പറയുകയാണെങ്കിൽ ശരണത്തിലെ ശായനക്ഷരം ശത്രുശക്തികളെ ഇല്ലാതാക്കുകയാണെങ്കിൽ അറിവിൻ്റെ അഗ്നി ഉണർത്തുകയാണ് രായനക്ഷരം. നായനക്ഷരം ശാന്തിയെ പ്രദാനം ചെയ്യുന്നു. നമ്മുടെ ഭഗവാനോടുള്ള മനസ്സറിഞ്ഞൊരു സ്നേഹത്തിൽ നമ്മൾ മനസ്സറിഞ്ഞ ഒരു ശരണം വിളി കേട്ട് കഴിഞ്ഞാൽ ഭഗവാൻ ദുഷ്ടമൃഗങ്ങളെ കാട്ടിലകറ്റുന്നത് പോലെ നമ്മുടെ മനസ്സിലെ ദുഷ്ടചിന്തകളെ അകറ്റുന്നു എന്നാണ് ഒരു വിശ്വാസിയുടെ മനസ്സിൽ വരുന്ന ആദ്യത്തെ കാര്യം. എല്ലാവർക്കും അറിയാം ശബരിമലയെക്കുറിച്ചും ശബരിമലയിൽ എങ്ങനെയാണ് പോകുന്നതിനെക്കുറിച്ചും പല കാര്യങ്ങളെപ്പറ്റി പല ആളുകൾ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത് പ്രധാനമായും നമ്മുടെ വീഡിയോസ് കാണുന്നത് ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ മാത്രമല്ല, ഇതര മതസ്ഥരുണ്ട്. അപ്പോൾ അവരിങ്ങനെ ചോദിക്കും അതെന്താണ് അങ്ങനെയെന്ന്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ചെറിയ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഈ കാര്യങ്ങളെപ്പറ്റി അറിയാവുന്നവരൊക്കെ സ്കിപ്പ് ചെയ്ത് പൊക്കോളും, ഒരു കുഴപ്പമില്ല. അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ വീഡിയോ ആണിത്. എല്ലാവർക്കും അറിയാം ശബരിമലയിൽ ഭഗവാനെ സന്നിധാനത്തെ മുകളിലെത്തി കാണുന്നത് ഒരു 18 പടികൾ ചവിട്ടി അയ്യപ്പന്മാർ കയറിയിട്ടാണല്ലേ. അപ്പോൾ എന്താണ് ഈ 18 പടികൾ? എന്തുകൊണ്ടാണ് 18 പടി വെച്ചത്? എന്താ 19 പടി വെക്കാന്ന്? അങ്ങനെ പല സംശയങ്ങൾ പലർക്കും വരാം. അപ്പോൾ ഈ 18 പടികൾ എന്താണെന്ന് ആദ്യം ഞാൻ പറയാം. 18 പടികൾ 18 മലകളെ പ്രതിനിധാനം ചെയ്യുന്നു എന്നാണ് ഒരു തരത്തിൽ നോക്കുമ്പോൾ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ആ 18 മലകൾ ഏതാണെന്ന് ആദ്യം പറയാം. പൊന്നമ്പലമേടുമല, ഗരുഡൻമല, നാഗമല, സുന്ദരമല, ചിറ്റമ്പലമല, ഖൽഗിമല, മാതംഗമല, മയിലാടുംമല, ശ്രീപാദമല, ദേവർമല, നിലയ്ക്കൽമല, തലപ്പാറമല, നീലിമല, കരിമല, പുതുശ്ശേരിമല, കാളകെട്ടിമല, ഇഞ്ചിപ്പാറമല, അവസാനത്തേത് ശബരിമല. ഒരു സാധാരണ വിശ്വാസിക്ക് നടന്നു കയറാൻ അസാധ്യമായ ഈ മലകളെ ആരാധിക്കാൻ അവന് അവസരമൊരുക്കുന്നതാണ് ഈ 18ാം പടിയെന്ന് പറയപ്പെടുന്നു. അതെല്ലാം നമ്മൾ വേറൊരു തരത്തിൽ നോക്കുകയാണെങ്കിൽ മോക്ഷപ്രാപ്തിക്ക് മുമ്പ് മനുഷ്യൻ പിന്നിടേണ്ട 18 ഘട്ടങ്ങളെ സൂചിപ്പിച്ചെന്നും പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ 18 ഘട്ടങ്ങളിലാണ് നോക്കുന്നതെങ്കിൽ ആദ്യത്തെ 5 പടികൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ സൂചിപ്പിക്കുന്നു. ഒരു മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ്? കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്. അടുത്ത 8 പടികൾ അഷ്ടരാഗങ്ങളെ സൂചിപ്പിക്കുന്നു. അതായത് കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം, ഡംബ്, അസൂയ. അടുത്ത 3 പടികൾ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നീ ത്രിഗുണങ്ങളെ പ്രതിനിധീകരിക്കുന്നു. അവസാനത്തെ 17-18 പടികൾ വിദ്യ, അതായത് ജ്ഞാനത്തെയും അവിദ്യ, അജ്ഞതയെയും പ്രതിനിധാനം ചെയ്യുന്നു. ഈ പുണ്യപാപങ്ങളെയൊക്കെ സ്വീകരിച്ചും തിരസ്കരിച്ചും മാത്രമേ ഒരു മനുഷ്യൻ ഈ ലോകമാകുന്ന മായയിൽ നിന്ന് മോചനം നേടാനാവൂ. അതുമാത്രമല്ല ഈ 18 എന്ന അക്കത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവത്ഗീതയിൽ 18 അധ്യായങ്ങളാണുള്ളത് അല്ലേ. അതേപോലെ തന്നെ കുരുക്ഷേത്ര യുദ്ധം 18 ദിവസം നീണ്ടു നിന്നു എന്നാണ് പുരാണങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. പുരാണങ്ങൾ 18 4 വേദങ്ങളും 8 ശാസ്ത്രങ്ങളും 5 ഇന്ദ്രിയങ്ങളും 3 ദേവതകൾ ചേർന്നാലും 18. കളരിയിൽ 18 അടവാണുള്ളത്. സംഗീതത്തിൽ 18 അടിസ്ഥാന ഉപകരണങ്ങളാണുള്ളത്. അങ്ങനെ ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ ആത്മാവ് തേടുന്ന വഴിയാണ് ആ 18 പടികൾ. അതേപോലെ ശബരിമലയിൽ ഏറ്റവും പവിത്രമായ ഒന്നാണ് പടിപൂജ. തന്ത്രിയാണ് ഈ പടിപൂജ നടത്തുന്നത്. അത്താഴ പൂജയ്ക്ക് മുമ്പ് 1 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്നതാണ് ഈ പടിപൂജ. ആ സമയം ക്ഷേത്രത്തിലെ മറ്റു പൂജകളൊക്കെ നിർത്തിവെക്കും. 30 നിലവിളക്കുകൾ, 18 നാളികേരം, 18 കലശവസ്ത്രങ്ങൾ, 18 പുഷ്പഹാരങ്ങൾ എന്നിവയാണ് ഈ പടിപൂജയുടെ പ്രത്യേകത. ഇതോടൊപ്പം തന്നെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. എന്താണ് മാലയിടൽ, എന്താണ് കെട്ടുനിറ, എങ്ങനെയാണ് നാളികേരം ഉടയ്ക്കൽ, അതിനെപ്പറ്റിയൊക്കെ ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകാം. കെട്ടുനിറയെപ്പറ്റി ആദ്യം പറയാം. ശബരിമലയിലേക്ക് പോകുമ്പോൾ ഒരിക്കലും സ്വന്തമായിട്ടല്ല കെട്ടുനിറയ്ക്കുന്നത്. കെട്ടുനിറയ്ക്കുന്ന സമയത്ത് ഒരു ഗുരുസ്വാമിയായിരിക്കും അതിന് നിർദ്ദേശം കൊടുത്ത് മേൽനോട്ടം വഹിക്കുന്നത്. ആ സമയത്ത് പന്തലിൽ ഗണപതി, സുബ്രഹ്മണ്യൻ, അയ്യപ്പൻ എന്നീ 3 വിഗ്രഹങ്ങളോ അവരുടെ ഫോട്ടോസോ വെക്കണം എന്നാണ് പറയപ്പെടുന്നത്. കെട്ടുനിറച്ച് ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പന്മാരെ നോക്കുമ്പോൾ നമുക്ക് കാണാം അവരുടെ തലയിൽ ആ കെട്ടിൽ 2 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. മുൻകെട്ടിൽ നെയ്യ്, തേങ്ങ, കർപ്പൂരം, കാണിക്ക, മലർ, കദളിപ്പഴം, കൽക്കണ്ടം, മുന്തിരിങ്ങ, വെറ്റില പാക്ക്, പടിക്കലുടയ്ക്കുവാനുള്ള നാളികേരം, മഞ്ഞൾപ്പൊടി, തേന്, പനിനീര്, ശർക്കരയുണ്ട, ഉണക്കലരി, കുരുമുളക്. പിൻകെട്ടിൽ ഭക്തനാവശ്യമായി ആയിട്ടുള്ളവയും എരുമേലിയിൽ ഗണപതിക്കുള്ള തേങ്ങ, മാളികപ്പുറത്ത് ഉരുട്ടുവാനുള്ള തേങ്ങയുമാണ് നിറയ്ക്കുന്നത്. എരുമേലി പോകാത്ത ഭക്തരാണെന്നുണ്ടെങ്കിൽ പമ്പയിൽ വന്ന് ആ വഴിപാട് നടത്താവുന്നതാണ്.
ഇനി നാളികേരം ഉടയ്ക്കൽ എന്താണ്? നാളികേരത്തിൻ്റെ ചിരട്ട, അതായത് സ്ഥൂല ശരീരത്തെയും അതിൻ്റെ ഉള്ളിലെ പരിപ്പ് സൂക്ഷ്മ ശരീരത്തെയും ഉള്ളിലുള്ള വെള്ളത്തെയും കാരണത്തെയും സൂചിപ്പിക്കുകയാണ്. അറിഞ്ഞോ അറിയാതെയോ വാക്കാലോ പ്രവൃത്തിയാലോ ചിന്തയാലോ ഭഗവാനാകുന്ന ഈ പ്രപഞ്ചത്തെ വെച്ച് ഞാൻ ഇന്നുവരെ ചെയ്തിട്ട് പോയിട്ടുള്ള സകല പാപങ്ങളും പൊറുത്ത് മാപ്പാക്കി എൻ്റെ ശരീരമാകുന്ന ഈ നാളികേരത്തിൽ ഉണ്ടാക്കി വെച്ച പാപങ്ങളും കർമ്മദോഷങ്ങളും ദുരിതങ്ങളെയും അവിടുത്തെ അനുഗ്രഹം കൊണ്ട് അഗ്നിയാൽ ഭസ്മമാക്കി തന്ന് എന്നെയും നീയാം പൊരുളായി മാറ്റണമേ അയ്യപ്പ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ അയ്യപ്പനും നാളികേരം ഉടയ്ക്കുന്നത്. മലകയറലാണെങ്കിലോ പമ്പ ഗണപതിയെയും സമസ്ത ദേവീദേവന്മാരെയും വണങ്ങി ഭഗവാന്റെ ഭൂതഗണങ്ങളോട് അനുവാദം വാങ്ങി വേണം വനയാത്ര തുടങ്ങാൻ. പമ്പയിൽ പന്തളത്ത് രാജാവിനെ കാണണം, ശബരിപീഠത്തിൽ കർപ്പൂരം കത്തിക്കണം, കന്നി അയ്യപ്പന്മാരാണെങ്കിൽ അപ്പാച്ചിക്കുഴിയിൽ അരിയുണ്ട എറിയണം, ശരം കുത്തി ശരം നിക്ഷേപിക്കണം. സന്നിധാനത്ത് ചെന്ന് ഭഗവത് സന്ദർശനം കിട്ടുന്ന സമയത്ത്, ആ ഒരു ഭഗവത് സന്ദർശനം കിട്ടുന്ന മാത്രമേ ഭഗവാനും ഭക്തനും ഒന്നാകും. അതാണ് തത്വമസി. വ്രതം അവസാനിപ്പിക്കുന്ന സമയത്ത് ശബരിമല ദർശനം കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ അപ്പോൾ തന്നെ നമുക്ക് വ്രതം അവസാനിപ്പിക്കാം. അയ്യപ്പൻ തിരിച്ചു വീട്ടിൽ വരുമ്പോൾ നിലവിളക്ക് കത്തിച്ച് കുടുംബാംഗങ്ങൾ ശരണം വിളിയോടുകൂടിയാണ് എതിരേൽക്കുന്നത്. പൂജാമുറിയിൽ കെട്ട് താങ്ങിയതിന് ശേഷം ശരീരശുദ്ധി വരുത്തി മാലയൂരും. മാലയൂരി പൂജാമുറിയിൽ അയ്യപ്പൻ്റെ വിഗ്രഹത്തിലോ ചിത്രത്തിലോ വേണം ചാർത്താൻ. അലക്ഷ്യമായിട്ട് പലയിടത്തും ഉണ്ട്. ചില അമ്പലങ്ങളിലൊക്കെ ആൽമരത്തിലും കൂവളത്തിലൊക്കെ തൂക്കിയിട്ടിരിക്കുന്ന കാണാം. പക്ഷെ അങ്ങനെ ചെയ്യാതെ മാലയൂരി അയ്യപ്പൻ്റെ വിഗ്രഹത്തിലോ ചിത്രത്തിലോ പൂജാമുറിയിൽ എവിടെയെങ്കിലും ഇടുക. മന്ത്രം ജപിച്ച് ശരണം വിളിയോട് മാല ഊരാം. ചിലയിടങ്ങളിൽ നാളികേരമൊക്കെ ഉടയ്ക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു മണ്ഡലകാലം എല്ലാവർക്കും ഭക്തി നിർഭരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശബരിമലയിലേക്ക് പോകുന്ന എല്ലാ അയ്യപ്പന്മാർക്കും ഭഗവാന്റെ ദർശനം കിട്ടി വളരെ മനസ്സന്തോഷത്തോടു കൂടെ സായുജ്യമടന്നവർ തിരിച്ചു വരാനായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ മണ്ഡലകാലത്തും ഭഗവാനെ വിശ്വസിച്ച് സേവിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ അയ്യപ്പന്മാർക്കും ഭക്തി നിർഭരമാകട്ടെ.